നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ അരമണിക്കൂർ ഇലക്ഷന്റെ വോട്ടിംഗ് പിന്നിടുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്നത് 65 LDF സീറ്റുകൾ മുന്നിലാണ്, 65 UDF സീറ്റുകൾ മുൻപിലാണ്, 4 സീറ്റുകളിൽ NDA മുൻപിലാണ് എന്നുള്ളൊരു കണക്കാണ് പുറത്തു വരുന്നത്. അതായത് കറക്റ്റ് ഒരു അരമണിക്കൂർ പിന്നിടുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു സമം സീറ്റാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു വലിയ രീതിയിൽ ഒരു UDF സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ നല്ലൊരു മുന്നേറ്റമാണ്, പല മണ്ഡലങ്ങളിലും വലിയൊരു ലീഡ് തന്നെയായിരുന്നു UDF ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അരമണിക്കൂർ പിന്നിടുമ്പോഴാണ് ഏകദേശം തുല്യമായ ഒരു സീറ്റ് നിലയിലേക്ക് ഇപ്പോൾ LDFും UDFും എത്തുന്ന ഒരു കാഴ്ച. ഒപ്പം തന്നെ മറ്റൊരു കണക്ക് 4 സീറ്റുകളോളം മുന്നിൽ നിൽക്കുകയാണ് NDA എന്നുള്ളത് കൂടി ഈ ഒരു നിമിഷത്തിൽ ഓർക്കണം. ഇപ്പോൾ ഇതാ ഒരു സീറ്റ് ഇപ്പോൾ UDFന് കൂടിയിട്ടുണ്ട്, 66 സീറ്റ് UDFന്, 64 സീറ്റിലാണ് ഇപ്പോൾ 65 സീറ്റിലേക്ക് ഇപ്പോൾ LDF മാറിയിരിക്കുകയാണ്. അതേസമയം തന്നെ കൽപ്പറ്റയിൽ T സിദ്ദിഖ് മുൻപിലാണ്, ബത്തേരിയിൽ KC ബാലകൃഷ്ണൻ 63 വോട്ടുകൾക്ക് മുൻപിലാണ്. പലയിടത്തും ഗോവിന്ദന്റെ ഭാര്യ മത്സരിച്ചിട്ടുള്ള കണ്ണൂരിലെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ LDF പിന്നിലോട്ട് പോകുന്നു. അതുപോലെ തന്നെ വീണ ജോർജ് പിന്നിലാണ്. ഒപ്പം തന്നെ കാട്ടാക്കടയിൽ MR ബൈജു 23 UDF സ്ഥാനാർത്ഥി 23 വോട്ടുകൾക്ക് മുൻപിലാണ്. മലമ്പുഴയിൽ A പ്രഭാകരൻ 75 LDF ആണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ 29 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം എല്ലാവരും ഏറെ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന മണ്ഡലമാണ്. നേമത്ത് V ശിവൻകുട്ടി 51 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ 112 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് കൂടി പുറത്തു വരുന്നു. ഇപ്പോൾ UDF സീറ്റ് നില 67 സീറ്റിൽ മുൻപിൽ നിൽക്കുന്നു, 64 സീറ്റിലേക്ക് LDF ചുരുങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ വീണ ജോർജ് ഇപ്പോഴും തുടക്കം മുതൽ തന്നെ വീണ ജോർജ് പിന്നിൽ തന്നെയാണ്. സീറ്റ് നില ഇത്തവണ ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് ആറന്മുള മണ്ഡലം. അവിടെ അബിൻ വർക്കിയാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കുമ്മനം രാജശേഖരനുണ്ട്. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ വീണ ജോർജ് അവിടെ പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വട്ടിയൂർക്കാവ്, നേമം അവിടെയൊക്കെ തന്നെ K മുരളീധരൻ മുൻപിലുണ്ട്. നേമത്താണെങ്കിൽ V ശിവൻകുട്ടി മുൻപിൽ ുണ്ട്. കൂടാതെ ആറന്മുളയിൽ UDF തന്നെയാണ് ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നത്. ഏലത്തൂർ AK ശശീന്ദ്രൻ 50 സീറ്റിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. കൂടാതെ ബിന്ദു കൃഷ്ണ മുൻപിലാണ്, കൊല്ലം ബിന്ദു കൃഷ്ണ മുൻപിൽ നിൽക്കുന്നു. AK ശശീന്ദ്രൻ മുൻപിൽ തന്നെയാണ്, 50 സീറ്റുകൾക്ക് മുൻപിൽ തന്നെയാണ് ഉള്ളത്. മുഹമ്മദ് റിയാസ് മുന്നിലാണ്, ബേപ്പൂർ മണ്ഡലത്തിൽ മുഹമ്മദ് റിയാസ് മുന്നിലാണ്. ഈ ഒരു അരമണിക്കൂർ പിന്നിടുമ്പോഴുള്ള ഏകദേശം ഒരു റിസൾട്ടാണ് ഈ പറയുന്നത്. കൊച്ചിയിലെ LDF മുൻപിലാണ്, 140 സീറ്റുകൾക്ക് KJ മാക്സി മുൻപിലാണ്. ചിറയൻകീഴ് രമ്യ ഹരിദാസ് മുൻപിലാണ് എന്നുള്ളത് കൂടി വരുന്നുണ്ട്. ഒപ്പം തന്നെ കൊടുവള്ളി PK ഫിറോസ് മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, മലപ്പുറം ജില്ലയിൽ PK കുഞ്ഞാലിക്കുട്ടി മുൻപിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആറന്മുള അബിൻ വർക്കി 156 സീറ്റുകൾക്കാണ് മുൻപിൽ. ആറന്മുളയിൽ തുടങ്ങിയത് മുതൽ തന്നെ അബിൻ വർക്കി മുൻപോട്ട് തന്നെയാണ്. താനൂർ PK നവാസ് 52 സീറ്റുകൾക്ക് മുൻപിലാണ്. തിരൂർ അബ്ദുറഹിമാൻ 42 വോട്ടുകൾക്ക് മുൻപിലാണ്. ഒപ്പം തന്നെ VK പ്രശാന്ത് വട്ടിയൂർക്കാവ് ഇപ്പോൾ പിന്നിലേക്ക് പോയിരിക്കുന്നു. അവിടെ K മുരളീധരനാണ് മുൻപിലേക്ക്. വട്ടിയൂർക്കാവിൽ PK പ്രശാന്ത് പിന്നിലോട്ട് വന്നിരിക്കുകയാണ്. അരൂർ ഷാനിമോൾ ഉസ്മാൻ 63 വോട്ടുകൾക്ക് മുൻപിലാണ്. R ശ്രീലേഖ പിന്നിലാണ്. വട്ടിയൂർക്കാവ് R ശ്രീലേഖ, അവിടെ മുരളീധരനാണ് മുൻപിൽ നിൽക്കുന്നത്. R ശ്രീലേഖ. തൃത്താലയിൽ MP രാജേഷും പിന്നിലാണ്. അതായത് പല ഉറപ്പുള്ള പല കോട്ടകളിലും LDF സീറ്റുകൾ പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായിട്ട് മന്ത്രിമാർ അടക്കം മത്സരിച്ചിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ പുറത്തു പോകുന്നത്. പക്ഷേ GR അനിൽ തുടക്കം മുതൽ തന്നെ നെടുമങ്ങാട് അദ്ദേഹം മുൻപിൽ തന്നെയാണ് ഉള്ളത്. ചേർത്തല P പ്രസാദ് മന്ത്രി, അദ്ദേഹം 100 സീറ്റുകൾക്ക് മുൻപിലുണ്ട്. വാമനപുരം DK മുരളി 49 സീറ്റുകൾക്ക് മുന്നിലുണ്ട്. പാലക്കാട് രമേശ് പിഷാരടി പിന്നിലാണ്. അവിടെ ശോഭാ സുരേന്ദ്രനാണ് മുൻപിലുള്ളത്. നേമത്ത് രാജു ചന്ദ്രശേഖർ പിന്നിലാണ്, ഇപ്പോൾ നിലവിൽ പിന്നിലാണ്. അവിടെ V ശിവൻകുട്ടി തന്നെയാണ്. തൃശ്ശൂരിലെ കുന്നംകുളം AC മൊയ്തീൻ മുൻപിലാണ് സീറ്റുകൾക്ക്. ആലുവ MM ആരിഫ് മുൻപിലാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ വീണ്ടും 70 സീറ്റുകൾക്ക് 9 മണിയാകുമ്പോഴേക്കും ഏകദേശം നമുക്കൊരു റിസൾട്ടിൻ്റെ ഏകദേശം ഒരു രൂപം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ UDF 70 സീറ്റും LDFന് 63 സീറ്റും NDA 4 സീറ്റിലുമാണ് ഇപ്പോൾ ലീഡ് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് CP ജോണും മുൻപിലുണ്ട്.
നന്ദി.